ഓക്കെ, നമ്മുടെ പ്രീമിയം എക്സ്പോർട്ട് ബിസിനസ് കോഴ്സിന്റെ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ പാർട്ട്, തേർഡ് പാർട്ടിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്തൊക്കെയാണ്, കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മാത്രമല്ല അതിനൊപ്പം നമ്മളൊരു വെബ്സൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ മാത്രമല്ല, കമ്പനി ഞാനൊന്ന് പറഞ്ഞത് നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് 1% കമ്പനി വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അതല്ല പ്രൊപ്പറേറ്റർഷിപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ നിങ്ങൾക്ക് കമ്പനി രജിസ്ട്രേഷൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് 3-4 ഓപ്ഷൻസ് ഉണ്ട്, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ നമുക്കൊരു കുറച്ചുകൂടി ഒരു റെസ്പെക്റ്റബിൾ ആയിരിക്കും നമുക്ക് ഇന്റർനാഷണലിലേക്ക് വരുമ്പോൾ. പിന്നെ അതിൻ്റെ പേരിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. പേര് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പേരുകൾ, അല്ലെങ്കിൽ ആ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പേരാണെങ്കിലൊക്കെ നന്നായിരിക്കും. നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയുള്ള ഡോക്യുമെന്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത്. അതായത് ആദ്യമായിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് ആണ് നമുക്ക് വേണം, IEC, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, അതാണ് IEC എന്ന് പറയുന്നത്. IEC എങ്ങനെ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടും എന്നത് ഇപ്പോഴും ഭയങ്കരമായ ബാലികേറ മലയാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ സാധനമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ എക്സ്പോർട്ട് ലൈസൻസ് നേടിയെടുക്കാൻ, എന്താണ് നമുക്ക് കേന്ദ്ര സർക്കാരിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിപാട് വേണോ എന്നൊക്കെ വരെ ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വളരെ അഭ്യസ്തവിദ്യരായ ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. എന്നാലും അങ്ങനെയുള്ളവരുണ്ട്. കാരണം ചില സിനിമകളുടെ സ്വാധീനമാണ് ഈ പറയുന്ന ഈ എക്സ്പോർട്ട് ലൈസൻസ് ഉള്ളത്. എന്തോ വലിയ ഭയങ്കര ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന സാധനമാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ട്. അങ്ങനെയല്ല. IEC കോഡ് എന്ന് പറയുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് വളരെ നിസ്സാരമായ ചിലവ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് നിങ്ങൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഈ IEC എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്ത് എടുക്കാവുന്ന ഒരു സംഗതി മാത്രമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു ചാർട്ടർ അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഏജൻസികളെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇനി അതല്ല, നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങൾ വഴി അങ്ങനെ ഒരു സഹായം ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിലും ചെയ്തു തരാം. നമ്മൾ നേരിട്ടെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് DGFTയുടെ വെബ്സൈറ്റിൽ നമ്മൾ പോകുക എന്നുള്ളത്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപ്ഡേറ്റ് ചെയ്യാനാണോ പുതിയതെടുക്കാനാണോ ഇതെല്ലാം ഓപ്ഷൻസ് അതിൽ കാണിക്കും. ഇനി അതല്ല എങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് IEC കോഡ് പുതിയതെടുക്കാനാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IEC.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ധാരാളം ഏജൻസികൾ ഓൺലൈൻ ചെയ്തു തരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്തു തരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൺസൾട്ടൻസി ഫീസ് കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഫീസ് മാത്രം അടച്ചാൽ മതി. ഇനി IEC കോഡ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ ഒരേ ഒരു സർട്ടിഫിക്കറ്റ് മതിയോ, ഒരേ ഒരു ഇമ്പോർട്ട് ലൈസൻസ് മതിയോ? മതി. നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിലും എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിലും IEC എന്ന് പറയുന്നത് ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ കിട്ടുന്നതാണ്. അതായത് പാൻ കാർഡ് നമുക്ക് ഒരെണ്ണമല്ലേ ഉണ്ടാകാറുള്ളൂ, നമ്മുടെ കമ്പനിക്ക് ഒരു പാൻ കാർഡേ കിട്ടുകയുള്ളൂ. എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് ഏത് വസ്തു, ഏത് സാധനം എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ, ഒരു കമ്പനിയുടെ പേരിൽ ഒരു IEC മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു എക്സ്പോർട്ട് ലൈസൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഓരോ പ്രോഡക്റ്റിനും പ്രത്യേകം ലൈസൻസ് എടുക്കുകയൊന്നും ചെയ്യേണ്ട, സിംഗിൾ ലൈസൻസിൽ ഇതെല്ലാം നടക്കും. ഈ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മൾ കമ്പനി രൂപീകരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് GST രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ GST രജിസ്ട്രേഷൻ നമുക്ക് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് GST രജിസ്ട്രേഷൻ. സോ GST രജിസ്ട്രേഷൻ ഇതിനൊപ്പം തന്നെ നിങ്ങൾ എടുക്കുക. കമ്പനി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ IEC കോഡ്, GST രജിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതാണ് RCMC, രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഇത് നമുക്ക് മറ്റതുപോലെയല്ല, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന ഒരു സംഗതിയാണ്. കാരണം ചില പ്രോഡക്റ്റുകൾക്ക്, അതായത് ഫുഡ്, ഫാർമ, അതുപോലെ തന്നെ കെമിക്കൽസ്, ഇതിനൊക്കെ RCMC മാൻഡേറ്ററി ആണ്. കാരണം ഇത് തീർച്ചയായും നമുക്ക് ഉണ്ടായിരിക്കണം. സോ
നമ്മൾ പല തരത്തിലുള്ള, അതായത് അതാത് പ്രോഡക്റ്റിന്റെ അനുസരിച്ച് പല തരത്തിലുള്ള RCMCകളാണ് നമുക്ക് ഉള്ളത്. അതായത് ഇപ്പം നമ്മൾ EEPC എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള RCMC നിങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ AEPC അതായത് ഗാർമെന്റ്സ് ആണെങ്കിൽ അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ JJEPC എന്ന് പറയും ജെംസ് ആൻഡ് ജുവലറി, നിങ്ങൾ ഡയമണ്ട് ഒക്കെ ട്രേഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള അതിന്റെ രജിസ്ട്രേഷൻ എടുക്കണം. ഇനി ടീ പൗഡർ അതുപോലുള്ള സാധനമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ടീ ബോർഡിന്റെ RCMC എടുക്കണം. അതുപോലെ തന്നെ കോഫി ആണെങ്കിൽ കോഫി ബോർഡിന്റെ RCMC എടുക്കണം. സോ അങ്ങനെയുള്ള കാര്യം. ഇനി ജനറൽ ആയിട്ടുള്ള RCMC നിങ്ങൾക്ക് എടുക്കാം. FIO എന്ന് പറയും, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ RCMC നിങ്ങൾക്ക് എടുക്കാം. ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില പ്രോഡക്റ്റുകൾക്ക് ഇത് വളരെ മാൻഡേറ്ററി ആണ്, ഇത് എടുത്തേ പറ്റൂ. പക്ഷേ എന്നാൽ ചില പ്രോഡക്റ്റുകൾ മറ്റ് പ്രോഡക്റ്റുകൾക്കും നിങ്ങൾ ഇത് എടുക്കുന്നതാണ്. അതായത് പ്രോഡക്റ്റിന്റെ അനുസരിച്ച് ഇത് നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില എക്സ്പോർട്ടിന്റെ ബെനിഫിറ്റ്സുകൾ കിട്ടും. ആ ബെനിഫിറ്റ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ എക്സ്പോകളിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ, നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഗവൺമെന്റ് അതിന് സപ്പോർട്ട് തരും. അങ്ങനെയുള്ള പങ്കെടുക്കാനുള്ള ചില സഹായങ്ങൾ, സപ്പോർട്ടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തരും. പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ് വഴി നിങ്ങൾക്ക് മറ്റു ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കുന്നത് മാൻഡേറ്ററി അല്ലാത്ത കാര്യങ്ങളിൽ പോലും നിങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഇത് വളരെ 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 ബെനിഫിഷ്യൽ ആയിരിക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫുഡാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് FSSAIയുടെ ലൈസൻസ് വേണം. നമ്മളിവിടെ എല്ലാ ഫുഡിൻ്റെയും സാധാരണ ഹോട്ടലുകൾക്കും എല്ലാം ആവശ്യമുള്ള ഫുഡ് ഐറ്റംസിന് എല്ലാം ആവശ്യമുള്ള ആ ഒരു സർട്ടിഫിക്കേഷനാണ് FSSAI എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ സാധനം 3 ലെവലാണ് ആക്ച്വലി ഉള്ളത്. ഈ 3 ലെവൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്കൊരു മുനിസിപ്പാലിറ്റി ലെവൽ, നമ്മുടെ ഒരു ലോക്കൽ ബോഡി ലെവൽ, പിന്നെ സ്റ്റേറ്റ് ലെവൽ, 3 സെൻട്രൽ ലെവൽ. സെൻട്രൽ ഗവൺമെന്റ് ലെവലിലുള്ളതാണ് നമുക്ക് എക്സ്പോർട്ടിന് ആവശ്യം. കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക, FSSAI എടുക്കുമ്പോൾ അത് സാധാരണഗതിയിൽ പലപ്പോഴും ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ നടത്താൻ ആൾക്കാർ എടുക്കുന്ന, ഒരു ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ മുനിസിപ്പാലിറ്റി ലെവലായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ സ്റ്റേറ്റ് ലെവലായിരിക്കും. സോ നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ല, നമുക്ക് വേണ്ടത് സെൻട്രൽ, അതായത് നമുക്ക് കൺട്രി വൈസ് ഉള്ള നാഷണൽ ലെവലിലുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം, ഏത് ലെവലിലുള്ളതാണെന്ന് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് നമ്മൾ ഫുഡിന്റെ കേസിലോ അല്ലെങ്കിൽ മറ്റു പ്രോഡക്റ്റിന്റെ കേസിലോ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റ് ചില സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് പ്രോഡക്റ്റിനനുസരിച്ചാണ്. ചില ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും, ഹെൽത്ത് സർട്ടിഫിക്കറ്റുകൾ അതിൻ്റെ ആവശ്യമായിട്ട് വരും. അത് നമുക്ക് അതാത് പ്രോഡക്റ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ആ ലാബ് ടെസ്റ്റ് ചെയ്യുക. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അതിൻ്റെ അനുസരിച്ചുള്ളത് നമ്മൾ നേടിയെടുക്കുക. അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കാണ് നമ്മൾ കയറ്റി അയക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് സർട്ടിഫിക്കേഷനിൽ മാറ്റം വരുത്താം. കാരണം ചില രാജ്യങ്ങൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള പ്രോഡക്റ്റുകൾ ആ ഒരു സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുന്ന സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫുഡ് അതുപോലുള്ള സാധനങ്ങൾ അമേരിക്കയിലേക്ക് നിങ്ങൾ കയറ്റി അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് FDA അപ്രൂവ് ഉള്ള സർട്ടിഫിക്കേഷൻ ഈ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ യൂറോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് GMP സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറബ് കൺട്രീസ് അതുപോലുള്ള GCC ആ ഏരിയയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ജനറലി നമുക്ക് ആവശ്യമുള്ള ഒരു സർട്ടിഫിക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ലിസ്റ്റായിട്ട് തന്നെ കാണിക്കാം. ഇതാണ് നമുക്ക് ജനറലി നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ FEMA, നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് പണത്തിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച്.